നമസ്കാരം. മനുഷ്യനൊരു വാർത്തയോടുള്ള ഇഷ്ടം ഉണ്ടാവുന്നത് അവനുമായി എത്ര സാമീപ്യമുണ്ട്, അല്ലെങ്കിൽ അവനുമായി എന്ത് തരം ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിൽ ഒരു വാഹനാപകടത്തിൽ 4 പേർ മരിക്കുന്നതും തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ 4 പേർ മരിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. തമിഴ്നാട്ടിലെ 4 പേരുടെ മരണം നമ്മൾ അറിയണമെന്നേയില്ല. അപ്പോൾ പിന്നെ അമേരിക്കയിൽ 4 പേർ മരിച്ചാലോ നമ്മൾ ഒരിക്കലും അറിയില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത് പലതും നമ്മൾ അറിയത്തേയില്ല. അത്രമാത്രം വാർത്തകൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചില വാർത്തകളെങ്കിലും കൗതുകമുണർത്തുന്നതും വിദൂരമായെങ്കിലും നമ്മളുടെ കൗതുകത്തെ ഉണർത്തുന്നതുമാണ്. അത്തരം വൈരുദ്ധ്യം നിറഞ്ഞ 2 വാർത്തകൾ ജർമ്മനിയിൽ നിന്നും സ്പെയിനിൽ നിന്നും വരുന്നു. ജർമ്മനിയിൽ നിന്ന് കേൾക്കുന്ന വാർത്ത, അവർ യൂറോപ്യൻ എക്കണോമിക് സോണിൻ്റെ ഉള്ളിലാണെങ്കിൽ കൂടി വലിയ തോതിൽ കുടിയേറ്റ വിരുദ്ധ വികാരം ജർമ്മനിയിൽ ശക്തിപ്പെടുന്നതുകൊണ്ട് അവർ ബോർഡർ ചെക്കിംഗ് ആരംഭിച്ചു എന്നതാണ്. യൂറോപ്പിലെ ബ്രിട്ടനും സ്വിറ്റ്സർലൻഡും ഒഴികെയുള്ള ഏതാണ്ട് 27 രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു കരാറുണ്ടാക്കി യൂറോപ്യൻ യൂണിയനായി മുമ്പോട്ട് പോകുന്നുണ്ട്. ഷെങ്കൻ രാജ്യങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഷെങ്കൻ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് വിസ കിട്ടിയാൽ 27 രാജ്യങ്ങളിലും ആളുകൾക്ക് യഥേഷ്ടം പരിശോധനയില്ലാതെ യാത്ര ചെയ്യാം. അതുകൊണ്ട് പലപ്പോഴും യൂറോപ്യൻ അതിർത്തികളിൽ ആവശ്യത്തിന് പരിശോധന ഉണ്ടാവുകയില്ല. ജർമ്മനിയിൽ ശക്തമായ കുടിയേറ്റ വിരുദ്ധ വികാരം ഉണ്ടായതോടെ ജർമ്മനി അവരുടെ അതിർത്തിയിൽ പരിശോധന തുടങ്ങി. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ പരിശോധനയിൽ അവർ കണ്ടെത്തിയത് വിസയോ ജർമ്മനിയിൽ പ്രവേശിക്കാൻ യോഗ്യതയില്ലാത്ത 67,918 പേരെയാണ്. ഇതിൽ 46,426 പേരെയും അവർ നാട് കടത്തി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വാറന്റുകളുള്ള ക്രിമിനലുകളും ഇസ്ലാമിക ഭീകരവാദികളും ഒക്കെ പെടും ഇങ്ങനെ തടയപ്പെട്ടവരിൽ. എന്നാൽ ജർമ്മനിയിലെ ലെഫ്റ്റ് ലിബർ രാഷ്ട്രീയക്കാർ ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നു. മാർച്ച് 15 ഇത് അവസാനിപ്പിക്കണം എന്നാണ് അവരുടെ മുറവിളി. എന്നാൽ സെപ്റ്റംബർ 15 വരെ ഇത് നീട്ടുമെന്ന് ജർമ്മൻ സർക്കാർ പറയുന്നു. അതേസമയം യൂറോപ്പിലെ മറ്റൊരു രാജ്യമായ സ്പെയിൻ, അവിടെയുള്ളതൊരു ലെഫ്റ്റ് ലിബറൽ സർക്കാരാണ്. ആ സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി സ്പെയിനിൽ അനധികൃതമായി എത്തിയിരിക്കുന്ന 1 മില്യണിലധികം, അതായത് 10 ലക്ഷത്തിലധികം കുടിയേറ്റക്കാർക്ക് പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു എന്നതാണ് വിചിത്രമായ വാർത്ത. അതായത് അവർക്ക് യാതൊരു യോഗ്യതയും അവിടെ ജീവിക്കാനില്ല, എന്നാൽ അവർക്കെല്ലാം പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് സ്റ്റാറ്റസ് കൊടുക്കാൻ സോഷ്യലിസ്റ്റ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 വാർത്തകൾ. ഇതോടൊപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്ത, ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലെ ഒരു ഹോട്ടലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ഒരു ഇസ്രയേലി സിനിമക്കാരിയെക്കുറിച്ചാണ്. ഇസ്രയേലിലെ ടെലിവിഷൻ രംഗത്തെ ഏറെ ശ്രദ്ധ നേടിയ ഡാന ഈഡൻ എന്ന 52 വയസ്സുകാരിയാണ് ദുരൂഹമായി കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഡാന ഇസ്രയേലി ജനങ്ങൾക്കിടയിൽ വളരെയേറെ പ്രസിദ്ധി നേടിയ ഒരു സിനിമക്കാരിയാണ്. ഡാനയുടെ ടെഹ്റാൻ എന്നു പേരുള്ള ഒരു ആപ്പിൾ TV ഡ്രാമ വളരെയേറെ ശ്രദ്ധ നേടിയിരുന്നു. ടെഹ്റാൻ എന്ന ഈ TV ഡ്രാമ 3 സീസൺ പിന്നിട്ട് 4ാം സീസണിൻ്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു ആഥൻസിൽ. ടെഹ്റാന് തുല്യമായ നഗരമെന്ന നിലയിലാണ് ഗ്രീക്ക് തലസ്ഥാനമായ ഏതൻസിനെ തിരഞ്ഞെടുത്തതും അവിടെ ഒരു ഹോട്ടലിൽ താമസിച്ച് ഡാനയും കൂട്ടരും ഷൂട്ടിങ്ങുമായി മുമ്പോട്ട് പോയതും. ഡാനയുടെ ഈ ടെഹ്റാൻ സീരീസ് ഇസ്രായേലിൽ മാത്രമല്ല പാശ്ചാത്യ ലോകത്ത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 2021 ബെസ്റ്റ് TV ഡ്രാമയ്ക്കുള്ള എമ്മി പുരസ്കാരവും ടെഹ്റാൻ നേടിയിരുന്നു. അങ്ങനെ ഇസ്രായേലിലെ സാംസ്കാരിക ലോകത്ത് ഏറ്റവും അധികം അടയാളപ്പെടുത്തപ്പെട്ട ആളാണ് ഡാന. ഈ ഡാനയുടെ മരണത്തെക്കുറിച്ച് പല ഗൂഢാലോചന തിയറികളും രംഗത്തുണ്ട്. അതൊക്കെ ഇസ്രായേൽ ഔദ്യോഗികമായി തള്ളുകയും ഡാനയുടെ കുടുംബക്കാർ ഇത്തരം നുണപ്രചരണങ്ങളിൽ ഇടപെടരുതേ എന്ന് പറയുകയും ചെയ്യുമ്പോഴും ഡാനയുടെ മരണത്തിൻ്റെ പിന്നിൽ ഇറാൻ ആണ് എന്ന് സംശയിക്കുന്നവരുടെ എണ്ണം പെരുകി വരുന്നു. ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് അവരുടെ ശത്രുക്കളെ ശത്രുവിൻ്റെ നാട്ടിൽ പോയി വകവരുത്തുന്ന ഒരു രീതി ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. മൊസാദിൻ്റെ വീരകൃത്യങ്ങളെക്കുറിച്ച് നമ്മളൊക്കെ ധാരാളം വാർത്തകൾ കൊടുത്തിട്ടുമുണ്ട്. മൊസാദ് ഇസ്രായേലിൻ്റെ ഓരോ ശത്രുവിനെയും സ്കെച്ച് ചെയ്ത് അവൻ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഇന്ത്യയിലോ എവിടെയും ആവട്ടെ അവിടെ ചെന്നവരെ വകവരുത്തുന്നതിൻ്റെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടു. ഹമാസ് തലവന്മാരെ ഇസ്രായേൽ എങ്ങനെയാണ് തന്ത്രപരമായി കൊന്നതെന്നും നമുക്കറിയാം. ഹിസ്ബുള്ള ഭീകരന്മാരുടെ പേജർ പോലും പൊട്ടിത്തെറിപ്പിച്ച് അവരുടെ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് തകർക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അങ്ങനെ ഇസ്രായേലിൻ്റെ ഒരുപാട് വീരകഥകൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു ഇസ്രായേലി എഴുത്തുകാരി
ഇറാൻ നോട്ടമിട്ട ഇസ്രായേലി എഴുത്തുകാരി കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിലെ ദുരൂഹതകളെക്കുറിച്ചും മൗനം പാലിക്കേണ്ടതുണ്ടോ? വാസ്തവത്തിൽ ഇറാനെതിരെ ഏറ്റവും വലിയ ആശയപ്രചരണം നടത്തുന്നവരിൽ ഒരാളായിരുന്നു ഡാന. ഡാനയുടെ ടെഹ്റാൻ എന്ന ഈ TV ഡ്രാമ തന്നെ ഒരു മൊസാദ് ഏജന്റ് ഇറാനിൽ നുഴഞ്ഞു കയറുന്നതും ഇറാന്റെ ആണവ രഹസ്യം ചോർത്തുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ഏറെ ശ്രദ്ധ നേടിയ ഈ ഡ്രാമയുടെ തിരക്കഥയും സാക്ഷാത്കാരവും നിർമ്മാണവുമൊക്കെ ഡാന തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഡാനയുടെ സീരീസ് ലാഭകരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഡാനയ്ക്ക് പെട്ടെന്ന് ഏതൻസിൽ വെച്ച് ജീവൻ ഒടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് ഡാനയെ അറിയാവുന്ന പലരും പറയുന്നത്. എന്നാൽ ഡാന അമിതമായി മരുന്ന് കഴിച്ച് മരണം തെരഞ്ഞെടുത്തതാണ് എന്നാണ് പോലീസും ഡാനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഇസ്രായേലിൻ്റെ അതേ വഴിയിലൂടെ ഇറാൻ ചാരസംഘടന ഡാനയെ തട്ടിക്കളഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. എന്തായാലും ഇറാനെ ഭയപ്പെടണം, സൂക്ഷിക്കണം എന്ന് ഇസ്രായേൽ വെറുതെയല്ല അമേരിക്കയോട് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് എന്നതിന് തെളിവായി മാറുകയാണ് ഡാനയുടെ അപ്രതീക്ഷിതമായ മരണം.